ഇപ്പോഴത്തെ ഈ വീടിന്റെ അവസ്ഥ വെച്ചാണെങ്കിൽ ആ തള്ള തട്ടിപ്പോവാനും സാധ്യതയുണ്ട്. ചുമ്മാ താവരുമാരി പേടിപ്പിക്കില്ലേ? എന്റെ ചക്കര വണ്ടി ഓടിച്ചിരുന്നേ. തന്റെ കരുതാക്കൊച്ചൊന്ന് പറയാടോ. പിന്നെ ഞാൻ അടങ്ങി നിൽക്കുന്നത് ഇതൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് മാത്രമാ. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? പറയാൻ ചേട്ടാ. അതിനു മുമ്പ് എന്താ ശിവ? കുട്ടികളെ കൊണ്ട് വരുന്ന വഴിക്ക് ഒരു സ്ത്രീ വട്ടം ചാടി. എന്നിട്ട് അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കുട്ടികളെ കമലിനെ വിളിച്ച് സ്കൂളിലേക്ക് വിട്ടെങ്കിലും സമയം പോയതുകൊണ്ട് അവർ പരീക്ഷ എഴുതാൻ വിട്ടില്ല. കമലിനിപ്പോ അവരെയും കൊണ്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ? മറ്റു വിഷയങ്ങളൊന്നുമില്ലല്ലോ? ആ അമ്മയുടെ ബന്ധുക്കളെന്ന് പറയുന്ന ഒരു ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ശരി, എങ്കിൽ ഞാനിപ്പോ തന്നെ വരാം. ആ ശരി. നീ എന്താ പറഞ്ഞത്? ഇതൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നീ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണെന്നോ? അല്ലെങ്കിൽ നീ ഞങ്ങളെ അങ്ങ് മൂക്കി കേട്ടോടാ. ചേട്ടാ, വെറുതെ ചുമ്മാ സീനുണ്ടാക്കല്ലേ. സീനുണ്ടാക്കാനായിട്ട് കൽപ്പിച്ചു കൂട്ടി തന്നെയാ വന്നിരിക്കുന്നത്. നിനക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇവന് വാക്കുകൾ കൊണ്ട് പറയുന്ന അത്ര ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. മഹേന്ദ്രൻ സാറിന്റെ മകനാണല്ലോ. എന്നാ പിന്നെ കൈകൊണ്ടും കാലുകൊണ്ടും പറഞ്ഞു തുടങ്ങിയാലോ? നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല അല്ലയോ? നിർത്താൻ. എന്താ ഇവിടെ? എന്താ നിനക്ക് വേണ്ടത്? അല്ല ഡോക്ടറെ, ഒരു പാവ സ്ത്രീയെ വണ്ടി കൊണ്ട് ഇടിച്ചതും പോരാഞ്ഞ് അത് ചോദിച്ചപ്പോ അവന് ഞങ്ങളെ തല്ലണമെന്ന്. എന്നാ പിന്നെ അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇവനെ ഇന്ന് ഞങ്ങൾ ഇവിടിട്ട് വെക്കും. അങ്ങനെയാണെങ്കിൽ പോലീസ് വിളിക്കേണ്ടി വരും. നിങ്ങളുടെ ഗുണ്ടായ്സൊക്കെ ഗേറ്റിന് പുറത്ത്. ഇത് ഹോസ്പിറ്റലാ. ഇവിടെ രോഗികളും രോഗികൾക്ക് ആശ്രമമായി നിൽക്കുന്നവരും മാത്രം മതി. അങ്ങനെ പറഞ്ഞ എങ്ങനാ സാറേ? നിൽക്ക്. നിങ്ങൾ തൽക്കാലം ഒന്ന് ക്ഷമിക്ക്. ഹലോ. ആ പറയൂ ഡോക്ടറെ. ഒരു ആക്സിഡന്റ് കേസിൽപ്പെട്ട് മകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു വൃദ്ധയായ സ്ത്രീയുടെ ദേഹത്ത് വണ്ടി മുട്ടിയതാ കേസ്. ആ സ്ത്രീയുടെ ബന്ധുക്കൾ അല്പം വയലന്റാ. ശിവന്റെ ഹാർട്ടിന്റെ അവസ്ഥ അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനിപ്പോ വിളിക്കുന്നത്. വലിയ സംഘർഷത്തിലേക്ക് പോകാതെ അവനൊന്ന് പിന്തിരിപ്പിക്കണം. അവന്റെ ശരീരത്തിലെ ഹൃദയം അവന്റേതല്ലെന്ന് അവനെ അറിയിക്കാത്തടത്തോളം കാലം അത് സംരക്ഷിച്ച് നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. ശരി ഡോക്ടർ, ഞാനിപ്പോ തന്നെ എത്താം. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ. വഴക്കും ബഹളവും ഒന്നിനും ഒരു പരിഹാരമല്ല. പരിഹാരമല്ല, പക്ഷെ ഇതിനൊരു തീരുമാനമുണ്ടാക്കിയിട്ട് ഇവൻ ഇവിടുന്ന് പോയാ മതി. എന്റെ വകയിലൊരു അമ്മാവനുണ്ടായിരുന്നു, കണ്ണേറ് ശങ്കരൻ. എന്ത് പറഞ്ഞാലും കുഴപ്പാ. നിറയെ കായ്ക്കുന്നൊരു മാവ്. ഇങ്ങേര് കണ്ടേച്ച് ഇപ്രാവശ്യം കൊള്ളാലോ, ഇല കാണാൻ പറ്റൂലല്ലോ എന്നൊരു ഒറ്റ തവണ പറഞ്ഞതേ ഉള്ളൂ. അതിലുണ്ടായിരുന്ന മാങ്ങ മുഴുവൻ കൊഴിഞ്ഞെന്ന് മാത്രമല്ല, പിന്നെ ഒരൊറ്റ ചില്ല പോലും പൂത്തിട്ടില്ല. അതുപോലൊക്കെ തന്നെയാ ഇതും. ചില രാശിഫലവാ, ജനിക്കുന്ന സമയം പോലെ ഇരിക്കും. ചിലപ്പോ നമ്മൾ പറയാറില്ലേ, അവനെ കണി കണ്ടോണ്ടാണോ പോണത്, പച്ച വെള്ളം കിട്ടില്ല എന്നൊക്കെ. ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് ചിലർ പറയും. പക്ഷേ അവനവന്റെ ജീവിതത്തിലാവുമ്പോ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യും, വിശ്വസിക്കുകയും ചെയ്യും. എന്ന് വെച്ച് ഈ കൊച്ചു കാരണം ലോകം അവസാനിക്കാൻ പോണെന്നല്ല ഞാൻ പറഞ്ഞത്. ചിന്തിച്ചു നോക്കുമ്പോ ചിലതൊക്കെ നമ്മൾ തന്നെ വിശ്വസിച്ചു പോകും. അമ്മാതിരി കാര്യങ്ങളല്ലേ ഈ കൊച്ചു വന്ന് കയറിയതിനു ശേഷം അവിടെ ഉണ്ടായിരിക്കുന്നത്.
ഇതെന്താ കുട്ടികൾ ഓട്ടോയിൽ വരുന്നേ? അല്ല, അവനും വണ്ടിയാ എന്തേ? പിള്ളേർക്ക് എന്താ പഠിത്തമില്ലേ? പഠിത്തമല്ല, അവർക്ക് പരീക്ഷയാ. ആ, എന്തായാലും ഒന്ന് മുടക്കുവാനാ തോന്നുന്നേ. ഇതെന്താ നിങ്ങൾക്കൊന്നും സ്കൂളില്ലേ? ഒന്നും പറയണ്ട സത്യമ്മേ, പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അതെന്താ അങ്ങനെ? ഇതെന്താ കമല നീ ഇവരെ കൊണ്ടുവന്നത്? എടാ, അപ്പൊ വിഷ്ണു എന്തിയടാ? വിശ്വാസിന്റെ ജീപ്പിന് ചെറിയൊരു ആക്സിഡന്റ്. അയ്യോ, ആക്സിഡന്റോ? ഒരു തള്ള വട്ടം ചാടി തന്നെ. ആശാൻ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കോ? കുട്ടികളെ എന്നോട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. എടാ, പിന്നെ നീ എന്താണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? സ്കൂളിൽ കൊണ്ടാക്കാൻ പാടില്ലായിരുന്നോ? കൊണ്ടുപോയതാ. അവിടെ ചെന്നപ്പോ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇവരെ പരീക്ഷ എഴുതിച്ചില്ല. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, പിന്നെ നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ച്. അപ്പൊ വണ്ടി ആക്സിഡന്റ് ആവുകയും ചെയ്തു, കുട്ടികളെ പരീക്ഷ എഴുതിച്ചതുമില്ല. ഹായ് കുഞ്ഞാവ. ഹായ് ബാവേ. കുഞ്ഞാവേ, ചേച്ചിമാരെത്തി കേട്ടോ. രണ്ട് കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ, ഇതും ഇതിന്റെ അപ്പുറവും ഇവിടെ നടക്കും. അല്ല, ഈ വട്ടം ചാടിയ സ്ത്രീക്ക് വല്ലതും പറ്റിയോ? ഒന്നും അറിയില്ല. കുറച്ചു കഴിയുമ്പോൾ ആശാനൊന്ന് വിളിക്കാം. അല്ല, എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്യാലോ. ഇപ്പോഴത്തെ ഈ വീടിന്റെ അവസ്ഥ വെച്ചാണെങ്കിൽ ആ തള്ള തട്ടിപ്പോവാനും സാധ്യതയുണ്ട്. ചുമ്മാ താവരുമാരി പേടിപ്പിക്കില്ലേ? എന്റെ ചക്കര വണ്ടി ഓടിച്ചിരുന്നേ. തന്റെ കരുതാക്കൊച്ചൊന്ന് പറയാടോ. ഭാമേ, നീ അവനെ വിളിച്ചു നോക്ക്. എന്താ സംഭവിച്ചത് നമുക്ക് അറിയണമല്ലോ. ആ, ഒന്ന് വിളിച്ചു നോക്ക്. ദേ, നീ എന്റെ യൂണിഫോമിൽ മൂത്രം ഒഴിച്ചോണ്ടാ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റാഞ്ഞത്. അത് കാരണം ഈ പപ്പിക്കും പറ്റിയില്ല. ഞങ്ങൾ എങ്ങാനും തോറ്റുപോയാ കുഞ്ഞാവേ അതിന് കാരണം. ദേ, പപ്പി അവള് ചിരിക്കുന്നു. നീ ഒരു പിന്നാക്കം പറയണ്ടേ? ആ സ്ത്രീക്കും കുടുംബത്തിനും 6 മാസം കഴിയാനുള്ള കാശ് നീ കൊടുക്കണം. അതിന് ആ സ്ത്രീക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. വീണപ്പോ നെറ്റിയും കൈമുട്ടും ഒന്ന് പൊട്ടി. അതിന് മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. നീ പറയുന്നതങ്ങ് കേട്ടാ മതി. ഇങ്ങോട്ടൊന്നും എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. ചുമ്മാ പണവും തരാൻ പറ്റില്ല. അതിന് വേറെ ആളെ നോക്ക്. നീ എവിടെയാണോ? പോയാലോ?